ഡേവിൾസ് ലവ് അവസാന ഭാഗം. രചന നന്ദന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നല്ലൊരു ദിവസമായിട്ട് ഇമാതിരി തെറിയെന്ന് വിളിക്കില്ല അമ്മാവ. ദത്തൻ ഇടത് ചെവിയിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് സൂര്യനോടായി പറഞ്ഞു. അതിനാവും മറുപടിയൊന്നും പറയാതെ ദത്തനെ നോക്കി പല്ലുകടിച്ചു. ശേഷം ശ്രീദേവിയെ നോക്കിയതും അവൾ തന്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ കൊണ്ടുവന്ന് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു. രേവതി കുഞ്ഞിനെ തന്നെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തനുവിനെ നോക്കിയതും അവൾ നിറഞ്ഞ സന്തോഷത്തോടെ തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്നതാണ് കണ്ടത്. മുഹൂർത്തായി, നൂലുകെട്ട് ചടങ്ങുകൾ ആരംഭിച്ചോളൂ, രാജശേഖരൻ പറഞ്ഞു. ദത്തൻ മുന്നിലെ താളത്തിൽ വെച്ചിരുന്ന മഞ്ഞശരട്ട് കയ്യിലേക്ക് എടുത്തു. ശേഷം തിരിഞ്ഞ് സൂര്യനെ നോക്കി. നോക്കിക്കൊണ്ടിരിക്കാതെ അങ്ങോട്ട് എടുക്കാമാവാ. എന്നാലും എന്റെ കുഞ്ഞിനും അവന്റെ അമ്മാവനും ഒരേ ദിവസം തന്നെ നൂലുകെട്ടാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ, ദൈവാനുഗ്രഹം. ദത്തൻ പറഞ്ഞിട്ട് സൂര്യൻ അവനെ തറപ്പിച്ചു നോക്കി. ശേഷം താളത്തിൽ വെച്ചിരുന്ന മഞ്ഞശരട്ട് കയ്യിലേക്ക് എടുത്തു. മുഹൂർത്തായതും ഇരുവരും ഒരുപോലെ തങ്ങളുടെ പ്രിയതമാരുടെ കയ്യിലിരുന്ന പിഞ്ചോമനകളുടെ അരയിലേക്ക് ആ മഞ്ഞച്ചരട് മുറുകെ കെട്ടി. ശേഷം രാജശേഖരൻ എടുത്തു കൊടുത്ത സ്വർണത്തിന്റെ അരഞ്ഞാണവും അതിനോടൊപ്പം തന്നെ കെട്ടി. അപ്പോഴേക്ക് രാജശേഖരൻ കുഞ്ഞുങ്ങളുടെ കഴുത്തിലായി ഓരോ മാലയും, ശ്രീദേവി കാലുകളിൽ തളയും, രാജേശ്വരിയും കുഞ്ഞും കൂടെ ഈ 2 വളകൾ വീതം 4 കുഞ്ഞിക്കൈകളിലുമായി ഇട്ടുകൊടുത്തു. ഫോട്ടോഗ്രാഫർ അവരുടെ ഓരോ നിമിഷങ്ങളും തന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. രാജേശ്വരിയുടെ ഊഴം കഴിഞ്ഞതും ബന്ധുക്കൾ ഓരോരുത്തരായി കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി. മഹാദേവനും ലക്ഷ്മിയും കൂടി 2 കുഞ്ഞുങ്ങളുടെയും കയ്യിൽ ഓരോ ബ്രേസ്ലെറ്റ് വീതം കെട്ടിക്കൊടുത്തു. സോറി രേവു, നിന്നോട് മോളോട് എത്ര മാപ്പ് പറഞ്ഞാലും ഞാൻ ചെയ്ത പാപം തീരില്ല. ഞാൻ കാരണമല്ലേ അന്ന് അങ്ങനെയൊക്കെ. ലക്ഷ്മി രേവതിയുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് അവളുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ച് നിറകണ്ണുകളോടെ പറഞ്ഞു. രേവതി ഒന്ന് പുഞ്ചിരിച്ചു. ഇത് നീ എത്രാമത്തെ തവണയാ പറയുന്നതിൻ്റെ ലച്ചു? ഞങ്ങൾ അതൊക്കെ അന്നേ മറന്നല്ലേ. എന്നാലും രേവു, ഒരെന്നാലില്ല, ഇനി നീ അതിനെക്കുറിച്ചൊരു വാക്കുപോലും പറഞ്ഞു പോരുത്, കേട്ടല്ലോ. രേവതി കപട ദേഷ്യത്തോടെ പറഞ്ഞു. ലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റു. ശേഷം തനുവിന്റെ അരികിലേക്ക് ചെന്ന് അവളോടും സോറി പറഞ്ഞതും അവൾ രേവതി പറഞ്ഞ അതേ ഡയലോഗ് തന്നെ മറുപടിയായി പറഞ്ഞു. എല്ലാവരും പുഞ്ചിരിയോടെ നോക്കിയിരുന്നു. ഇനി അമ്മ ഇങ്ങോട്ടൊന്ന് മാറിക്കേ, ഞങ്ങൾ കുഞ്ഞുവാക്കുള്ള സമ്മാനം കൊടുക്കട്ടെ. ഗൗരിയുടെ കൈയും പിടിച്ചുകൊണ്ട് വിഷ്ണു മുന്നോട്ട് വന്ന് പറഞ്ഞു. ലക്ഷ്മി ഒരു ചിരിയോടെ അവരുടെ അരികിൽ നിന്നും മാറിക്കൊടുത്തു. അപ്പോഴേക്കും വിഷ്ണു ഒരു ബോക്സിൽ നിന്ന് 2 നീളമുള്ള മാലകൾ വീതം പുറത്തേക്ക് എടുത്തു. ഒന്ന് ഗൗരിയുടെ കയ്യിൽ കൊടുത്ത ശേഷം അടുത്ത അവൻ തന്നെ തനുവിന്റെ കയ്യിലിരുന്ന കുഞ്ഞിന്റെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പോഴേക്കും ഗൗരി ആ മാല രേവതിയുടെ കയ്യിലിരുന്ന കുഞ്ഞിന്റെ കഴുത്തിലേക്ക് വിട്ടുകൊടുത്തു. കുഞ്ഞിന്റെ നെറുകയിലും തലോടി തനുവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഗൗരി പതി എഴുന്നേറ്റതും അവളുടെ കാലം നിടറി. ഗൗരി സൂക്ഷിച്ച്. ദത്തൻ അവളെ പിടിക്കാനായി മുന്നോട്ടാഞ്ഞപ്പോഴേക്കും വിഷ്ണുവിന്റെ കൈകൾ അവളെ താങ്ങിയിരുന്നു. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പകച്ചു പോയെങ്കിലും വിഷ്ണുവിനോട് ചേർന്ന് നിൽക്കുന്ന ഗൗരിയെ കണ്ട് എല്ലാവരുടെയും ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. എന്തെങ്കിലും പറ്റിയ മോളെ? ലക്ഷ്മി അവളുടെ അരികിലേക്ക് ഓടി വന്നുകൊണ്ട് ചോദിച്ചു. ഇല്ലമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. തക്ക സമയത്ത് തന്നെ വിഷ്ണുവേട്ടൻ പിടിച്ചോണ്ട് വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല. ആൾ പറഞ്ഞു കേട്ട് ലക്ഷ്മി അവളുടെ വീർത്തിൽക്കുന്ന വയറിൽ പതിയെ തൊട്ടു. സൂക്ഷിക്കണം മോളെ, ഈ സമയത്ത് ഇങ്ങനെ വീഴ്ചകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ആൾ പറഞ്ഞു കേട്ട് അവളൊരു പുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് വിഷ്ണുവിനെ നോക്കിയതും അവൻ അവളെ കൂർപ്പിച്ച് നോക്കുന്നതാണ് കണ്ടത്. സോറി. ചുണ്ടുകൾ കൊണ്ട് അവൾ പതിയെ മന്ത്രിച്ചവും അവൻ അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു കൊടുത്തു. 1 വർഷം മുന്നെയാണ് വിഷ്ണുവിന്റെയും ഗൗരിയുടെയും വിവാഹം കഴിഞ്ഞ്. സംഭവം വീട്ടിലറിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആദ്യം കുറച്ച് പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടായി. എങ്കിലും ഗൗരിയുടെ ശക്തമായ നിലപാടിനെ തുടർന്ന് അവളുടെ വീട്ടുകാർ അവളെ വിഷ്ണുവിന് വിവാഹം ചെയ്തു കൊടുത്തിരുന്നു. കല്യാണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ചെക്കൻ കയറി പണി പറ്റിച്ചു. ഇപ്പൊ ഗൗരിക്ക് 5 മാസം കഴിഞ്ഞു. നൂലുകെട്ട് ചടങ്ങ് കഴിഞ്ഞതും ഇനി അടുത്ത പേരിടൽ ചടങ്ങായിരുന്നു. കുഞ്ഞിന്റെ ചെവിയിൽ വെറ്റില വെച്ചിട്ട് പേര് വിളിച്ചോളൂ ദത്ത. രാജശേഖരൻ പറഞ്ഞു കേട്ട് ദത്തൻ കുഞ്ഞിന്റെ ചെവിയിൽ വെറ്റില വെച്ച ശേഷം മറു ചെവിയിൽ 3 തവണ പേര് വിളിച്ചു. അതുപോലെ സൂര്യനും കുഞ്ഞിന്റെ ചെവിയിൽ വെറ്റില വെച്ചുകൊണ്ട് മറു ചെവിയിൽ പേര് വിളിച്ചു. എന്താ മക്കളെ കുഞ്ഞുങ്ങളുടെ പേര്? കൂടുന്നവരിൽ ഒരു കാരണവർ അപ്പൂപ്പിന് ഉറക്കെ ചോദിച്ചതും ദത്തനും സൂര്യനും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ശേഷം എല്ലാവരോടുമായി ഉറക്കെ പറഞ്ഞു. ദക്ഷിത് ദേവദത്തൻ. അതുപോലെ സൂര്യൻ എല്ലാവരോടുമായി പറഞ്ഞു. രുദ്രാൻഷ് സൂര്യനാരായണൻ. അതെ, ദത്തന്റെയും തനുവിന്റെയും സൂര്യന്റെയും രേവതിയുടെയും പ്രണയത്തിന്റെ അംശങ്ങൾ, അവരുടെ പ്രണയാംശം ദക്ഷിതും രുദ്രാൻഷും. 2 കുഞ്ഞുങ്ങളെയും മടിയിൽ വെച്ചുകൊണ്ട് സൂര്യനും ദത്തനും പരസ്പരം ഒന്ന് നോക്കി. ആ നിമിഷം അവരുടെ ഇരുവരുടെയും ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു നിന്നിരുന്നു. ഇരുവരുടെയും മനസ്സിൽ ഒരുപോലെ 3 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങൾ കടന്നു വന്നു. അന്ന് തനുവിന് ദത്തനോട് പ്രണയമാണെന്ന് സൂര്യൻ രേവതിയോട് പറഞ്ഞുവെങ്കിലും അവളത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് അവളെയും കൂട്ടി അവൻ ദത്തനും തനുവും കിടക്കുന്ന മുറിയിലേക്ക് പോയത്. എന്നാൽ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ സൂര്യൻ ദത്തന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഇട്ടിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ദത്തൻ വാതിലിന്റെ ലോക്ക് എടുത്തു വെച്ചതും കട്ടിലിന്റെ ഒരറ്റത്തേക്ക് മാറിക്കിടന്ന തനുവിനെ അവൻ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കിടന്നതും. ആ കാഴ്ച നേരിൽ കണ്ട രേവതിക്ക് സൂര്യന്റെ ഉപദേശം കൂടെ ആയതും പിന്നെ കാര്യങ്ങളിൽ അവർ വിചാരിച്ച പോലെ തന്നെ നടന്നു. അതുപോലെ തനുവിന്റെ അടുത്ത് ചെന്ന് ദത്തനെ കുറച്ച് സെന്റി അടിച്ചതും അവളുടെ വഴിക്കെത്തി.
അങ്ങനെ കാര്യങ്ങളെല്ലാം അവർ വിചാരിച്ച പോലെ തന്നെ നടന്നുകൊണ്ട് അധികം വൈകാതെ തന്നെ ആ ഒരു രേവതിയെയും തനുവിനെയും കുഞ്ഞിനെയും കൂട്ടി മനക്കിലേക്ക് യാത്രയായി. തന്നോട് സത്യങ്ങൾ തുറന്നു പറയാത്തതിൽ കുഞ്ഞ് അവരോട് പരിഭവം കാട്ടിയിരുന്നുവെങ്കിലും സൂര്യന്റെയും ദത്തിന്റെയും ഇടപെടലിൽ അവൾ തന്റെ പിണക്കം മാറ്റിവെച്ചു. തന്നെ വിളിക്കുന്ന പോലെ തന്നെ കുഞ്ഞുവിനെയും കൊണ്ട് അവർ തങ്ങളെ അച്ഛ അമ്മ എന്ന് വിളിപ്പിച്ചു. അതിൽ കുഞ്ഞുവിന് അതിയായ സന്തോഷം തന്നെ തോന്നിയിരുന്നു. അവർ മനക്കിലെത്തിയതും സൂര്യന്റെയും രേവതിയുടെയും വിവാഹം നടത്താൻ അവർ തീരുമാനിച്ചു. അത് കേട്ടതും ദത്തനും തനുവിനും ഒന്നുകൂടെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ വിവാഹം വെറുപ്പോടെ ആയിരുന്നുകൊണ്ട് തന്നെ മനസ്സെറിഞ്ഞ പ്രണയത്തോടെ അവൾ ഒന്നുകൂടെ വിവാഹം ചെയ്യണമെന്നത് അവന്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ അധികം വൈകാതെ തന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ വെച്ച് അവർ വിവാഹിതരായി. അങ്ങനെ വിവാഹം കഴിഞ്ഞതും സൂര്യ രേവതിയെയും കുഞ്ഞിനെയും കൊണ്ട് സൂര്യമംഗലത്തേക്കാണ് യാത്രയായത്. ദത്തനും രാജശേഖരനും ഒക്കെ അതിനെ ആദ്യം എതിർത്തുവെങ്കിലും സൂര്യൻ തന്നെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഒരിക്കലും എല്ലാവരും ചേർന്ന് തന്നെ രേവതിക്ക് നിഷേധിച്ച സൂര്യമംഗലത്തിൽ തന്നെ ഇനിയുള്ള കാലം തനിക്ക് തന്റെ രേവതിയോടൊപ്പം കഴിയണമെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ പിന്നെ അതിനെ എതിർത്തില്ല. അങ്ങനെ വിവാഹം കഴിഞ്ഞ് അവർ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അപ്പോഴും പരസ്പരം ഒന്നുചേരാൻ അവരിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ നിലനിന്നിരുന്നു. ചിലപ്പോൾ അവരുടെ പ്രവൃത്തികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ രേവതിക്കും തനുവിനും കഴിയാത്തതുകൊണ്ടായിരിക്കാം. അതറിയാവുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ആവശ്യമായ സമയം കൊടുക്കാൻ സൂര്യനും ദത്തനും തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് അവരൊന്നായി ജീവിക്കാൻ തുടങ്ങിയത്. തനുവിന് ആ മുറിയിൽ അവനോടൊപ്പം കഴിയുമ്പോൾ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരുമായിരുന്നു. എങ്കിലും അവന്റെ സ്നേഹസ്പർശത്താലും കരലാളനകളാലും അവൻ ആ ഓർമ്മകളെ പിഴുതു മാറ്റിയിരുന്നു. അങ്ങനെ ജീവിച്ചു തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ തനു അതേപോലെ തന്നെ നിലത്തേക്ക് വീണുപോയത്. പേടിച്ചു പോയ ദത്തൻ അപ്പോൾ തന്നെ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴാണ് കുഞ്ഞു ദത്തൻ വരവറിയിച്ച വിവരമറിയുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് അതീവ സന്തോഷത്തോടെ തിരികെ വന്ന് ദത്തനെയും തനുവിനെയും കാത്ത് വീട്ടിൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടെ ഉണ്ടായിരുന്നു. കുഞ്ഞു ദത്തൻ വരവറിയിച്ച പോലെ കുഞ്ഞു സൂര്യനും വരവറിയിച്ചിരുന്നു. ഈ പ്രായത്തിൽ തങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുന്നത് തനുവിന് ഇഷ്ടമാവൂ എന്ന് രേവതിക്കും സൂര്യനും സംശയം ഉണ്ടായിരുന്നെങ്കിലും ആളുടെ മുഖത്തെ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു അവർക്കുള്ള മറുപടി. പിന്നെ അങ്ങോട്ട് സൂര്യമംഗലത്തും മനക്കിലൊക്കെ ആഘോഷത്തിന്റെ നാളുകളായിരുന്നു. പ്രസവം കഴിയുന്നവരെ ഇനി മനക്കൽ തന്നെ നിന്നാൽ മതിയെന്ന് രേവതിയോട് രാജേശ്വരിയും ശ്രീദേവിയും കർശനമായി തന്നെ പറഞ്ഞു. അങ്ങനെ കൃത്യം 9 മാസങ്ങൾ കഴിഞ്ഞതും രേവതിയും തനു ഒരേ ദിവസം തന്നെ തങ്ങളുടെ പൊന്നോമനകൾക്ക് ജന്മം നൽകി. അമ്മയ്ക്കും മകൾക്കും ഒരേ ദിവസം തന്നെ 2 പൊന്നുണ്ണികളെ സമ്മാനിച്ചുകൊണ്ട് ഈശ്വരൻ അവർ അനുഗ്രഹിച്ചു. ഓർമ്മയിൽ നിന്നും തിരികെ വന്ന സൂര്യനും ദത്തനും തങ്ങളുടെ പൊന്നോമനകളുടെ നിറയിലൊന്ന് ചുംബിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവളുമാരെ ചേർത്ത് പിടിച്ചു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞതും എല്ലാവരും ഭക്ഷണം കഴിക്കാനായിരുന്നു. കുഞ്ഞുങ്ങൾ 2 പേരെയും രാജേശ്വരിയും ശ്രീദേവിയും ഉറക്കാനായി കൊണ്ടുപോയി. ഭക്ഷണത്തിനായിരിക്കുമ്പോൾ സൂര്യന്റെയും രേവതിയുടെയും നടുക്കായിരുന്നു തനു ഇരുന്നത്. രേവതി തനുവിന് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സൂര്യനും ഓരോ ഉരുള വീതം കൊടുക്കും. ദത്തന്റെ മുഖം കടന്നൽ കുത്തിയ പോലെ വീർത്തു വന്നു. എന്താണ് മരുമോനെ, ആകെ ഒരു വൈക്ലഭ്യം? ദത്തന്റെ മുഖഭാഗം കണ്ട് സൂര്യ ഒരു കളിയാക്കലോട് ചോദിച്ചു. മനുഷ്യ, അമ്മാവെന്ന് വിളിച്ച് നാവിച്ച് എന്നെ കൊണ്ടൊന്ന് വേറൊന്നും വിളിപ്പിക്കരുത്. മര്യാദക്ക് എന്റെ പെണ്ണിനെ വിട്ടിരുന്നുണ്ടോ? അവൾ കൂട്ടാൻ ഇവിടെ ഞാനുണ്ട്. അവൻ കെറുവാടെ പറയുന്ന കേട്ട് സൂര്യന്റെ ചുണ്ടിലെ പുഞ്ചിരി വിളന്നു. അയ്യട മരുമോനെ, അവൾക്ക് വാരി കൊടുക്കുന്ന അവളുടെ സ്വന്തം അമ്മയച്ഛനും കൂടിയാ. അത് മോൻ മറക്കരുത്. ആണോ? എന്നാലേ ഞാൻ അവളുടെ ഭർത്താവാ, അത് അമ്മാവനും മറക്കരുത്. സൂര്യൻ പറഞ്ഞതിന് മറുപടിയായി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവനും മറുപടി പറഞ്ഞു. ഓഹോ, ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ഭർത്താവ് ഇപ്പോഴും മാനസമൈനയും പാടിയടക്കുന്നത്. അവർ നോയി പുച്ഛിച്ചുകൊണ്ട് സൂര്യൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കുന്നെങ്കിലേ ഞാൻ ഒറ്റക്കായിരിക്കില്ല. അമ്മാവനും പിന്നാലെ തന്നെ കാണുമായിരുന്നു. അവനും തിരികെ അതേ പുച്ഛം തന്നെ നൽകിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊന്നും അറിയാതെ കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുന്ന തിരക്കിലായിരുന്നു രേവതിയും തനുവും. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി ഉമ്മർത്തിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു കാർ നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ആരാണ് വന്നതെന്നറിയാനായി എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയതും അതിൽ നിന്ന് ഏകദേശം 20 വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അമ്മ! ഉമ്മർത്തിൽ നിൽക്കുന്ന രാജേശ്വരിയെ കണ്ടതും അവന് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. രാജേശ്വരി പുഞ്ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. അവന്റെ പിന്നാലെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന 55 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു മധ്യവയസ്കൻ ഈ കാഴ്ച കണ്ടതും മനസ്സ് നിറഞ്ഞ പോലെ ഒന്ന് പുഞ്ചിരിച്ചു. സുഖാണോ ഈച്ചു? ആമ്മ, സുഖം. അവളുടെ ചോദ്യത്തിന് അവരൊരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. ആ കയറിവാടാരി. അയാളെ കണ്ടവും ദത്തനും രാജശേഖരനും പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അയാളെ സ്വീകരിച്ചു. താൻ എന്താണോ താമസിച്ചത്? ഞങ്ങൾ രാവിലെ തന്നെ നിങ്ങളെ പ്രതീക്ഷിച്ചു. ഉമ്മറത്തേക്കായിരുന്നതിനിടയിൽ സൂര്യൻ അയാളോട് ചോദിച്ചു. ഇങ്ങോട്ട് ഇറങ്ങാൻ നിന്നപ്പോഴാ ഓഫീസിൽ നിന്ന് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് കൂള് വന്നു. പിന്നെ അങ്ങോട്ടേക്കൊന്ന് പോകേണ്ടി വന്നു, അതാ ലേറ്റായത്. അയാൾ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നൊരു ചെയറിലേക്ക് ഇരുന്നു. പിന്നെ അവർ കുശലാന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അവരോട് സംസാരിക്കുന്നതിനിടയിൽ അയാളുടെ കണ്ണുകൾ പലതവണ രാജേശ്വരിയുടെ നേരെ നീണ്ടുകൊണ്ടിരുന്നു. അയാളുടെ മനസ്സ് ആ നിമിഷം വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി. ഹരി എന്ന ഹരികൃഷ്ണൻ പണ്ട് തനുവിനെ രക്ഷിക്കാനായി മുന്നും പിന്നും നോക്കാതെ പാതിരാത്രി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി പുറപ്പെട്ട രാജേശ്വരിയുടെ മുന്നിൽ ഒരു രക്ഷകനായി വന്ന കാറുകാരൻ.
18 വർഷങ്ങൾക്ക് മുമ്പാണ് രാജേശ്വരി വീണ്ടും അയാളെ കാണുന്നത്. ഒരു തീർത്ഥയാത്രക്കിടയിൽ റെയിൽവേ സ്റ്റേഷനിൽ 2 വയസ്സായ പൊടിക്കുഞ്ഞിനെയും കയ്യിൽ വെച്ചുകൊണ്ട് പകച്ചുന്ന ഒരു മനുഷ്യൻ. അയാളുടെ ഭാര്യ അയാളെ ആ പിഞ്ചുകുഞ്ഞിനെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയപ്പോൾ ആ നാടും വീടും ഉപേക്ഷിച്ചു വന്നായിരുന്നു അദ്ദേഹം. അന്ന് എന്ത് ചെയ്യണമെന്നറിയാൻ അയാളുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ വാങ്ങി അതിന് ആഹാരം കൊടുത്ത മറ്റു രാജേശ്വരിയായിരുന്നു. പിന്നീട് പലയിടങ്ങളിൽ വെച്ചും അവർ പരസ്പരം കണ്ടു. എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന സുഹൃത്തുക്കളായി മാറി. രാജേശ്വരി അയാളുടെ കുഞ്ഞിന്റെ അമ്മയായി. അങ്ങനെ വർഷങ്ങൾ കഴിയുന്തോറും ഹരിയുടെ മനസ്സിൽ രാജേശ്വരിയോട് പ്രണയം മുട്ടിട്ടു. എങ്കിലും തൻ്റെ ഉള്ളിൽ അപരിഷ്കൃതാബോധം കാരണം അയാൾ തൻ്റെ ഇഷ്ടവളോട് തുറന്നു പറഞ്ഞിരുന്നില്ല. അതുമാത്രമല്ല, സൂര്യനെ പ്രണയിച്ചിരുന്ന രാജേശ്വരിക്ക് ഒരിക്കലും മറ്റൊരാളെ പ്രണയിക്കാൻ കഴിയില്ലെന്ന് അയാൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ഹരിയുടെ മകൻ കൗശിക് എന്ന കിച്ചു അച്ഛൻ്റെ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് അതിന് മുൻകൈ എടുത്തു. അവൻ തന്നെ അച്ഛനെയും കൂട്ടി മനക്കിലേക്ക് വന്ന് രാജേശ്വരിയെ തൻ്റെ അച്ഛനെ വിവാഹം ചെയ്തു തരുമെന്ന് രാജശേഖരനോടും സൂര്യനോടുമായി ചോദിച്ചു. മറ്റുള്ളവർക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. എങ്കിലും രാജേശ്വരി ശക്തമായി തന്നെ അതിനെ എതിർത്തിരുന്നു. ഒരിക്കലും ഇനി തന്റെ ജീവിതത്തിൽ ഒരു വിവാഹം ഉണ്ടാവില്ലെന്ന് എല്ലാവരും കേൾക്കെ വിളിച്ചു പറഞ്ഞ രാജേശ്വരിയുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് തന്റെ മനസ്സ് മാറുന്നവരെ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരിയും കിച്ചുവും അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം അവർ ഇന്നാണ് കാണുന്നത്. ഓർമ്മയിൽ നിന്നും തിരികെ വന്ന ഹരിയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. അല്പസമയം അവരോട് സംസാരിച്ച ശേഷം അവർ കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും കണ്ടു. അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തു. ശേഷം ഭക്ഷണം കഴിച്ച ശേഷം പോവാനായി ഇറങ്ങി. അത് ശേഖർ, എനിക്ക് രാജിയോടൊന്ന് സംസാരിക്കണമായിരുന്നു. കാറിന് സമീപത്തേക്ക് നടക്കുന്നതിനിടയിൽ അയാൾ തിരിഞ്ഞു നിന്നു. ചെറിയ മടിയോടെ രാജശേഖരൻ നോക്കി പറയുന്ന കേട്ട് രാജശേഖരനും സൂര്യനും രാജേശ്വരിയെ നോക്കി. വേണ്ട. അവരുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ രാജേശ്വരി മറുപടി പറഞ്ഞു. അയാളുടെ മുഖം വിളറി. തല കുനിച്ചുകൊണ്ട് അയാൾ കിച്ചുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തിരിഞ്ഞടക്കാൻ തുടങ്ങിയതും വീണ്ടും കാതിൽ പതിഞ്ഞ രാജേശ്വരിയുടെ ശബ്ദത്തിൽ അയാൾ തറഞ്ഞു നിന്നു. വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. രാജേശ്വരിയുടെ ഉറച്ച ശബ്ദത്തിലുള്ള വാക്കുകൾ കേട്ട് അവർ അത്ഭുതത്തോടെ അവൾ തന്നെ നോക്കി നിന്നു. ഇനിയും എന്റെ കുഞ്ഞിനെ മാറ്റി നിർത്താൻ എനിക്ക് കഴിയില്ല അമ്മ. ആൾ കിച്ചുവിന്റെ കവിളിൽ തലോടിക്കൊണ്ട് പതിയെ പറഞ്ഞതും അവൻ നിറകണ്ണുകളോട് അവളെ ചുറ്റിപ്പിടിച്ചു. കണ്ടുന്നവർക്കെല്ലാം അത് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ തന്നെയായിരുന്നു. കിതച്ചുകൊണ്ട് അവന്റെ മുടിയിൽ വിരൽ കോർത്ത് വലിക്കുമ്പോൾ അവളുടെ നാവിൽ നിന്ന് അവന്റെ നാമം മാത്രം ഉയർന്നു കേട്ടു. ബെഡിൽ കിടന്ന് പുളഞ്ഞുകൊണ്ട് അവൾ ഉയർന്നു പൊങ്ങി. അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുകൊണ്ടിരുന്നു. തനു. ഉയർന്നു പൊങ്ങുന്നവളെ താഴേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് മുഖമമർത്തുമ്പോൾ അവളുടെ നഖങ്ങൾ അവന്റെ പുറമേനിയിലാകെ പോറലുകൾ സൃഷ്ടിച്ചു. അവൻ മുഖമുയർത്തി അവളെ നോക്കിയതും അവളൊന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അനുവാദം കിട്ടിയതും അവൻ അവളിലേക്ക് അമർന്നുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖമമർത്തി. വിരലുകളിൽ കോർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവളെ താഴേക്ക് അമർത്തി പിടിച്ചു. കഴുത്തിന് ചുറ്റും ചുണ്ടുകൾ ഓടിച്ചുകൊണ്ട് അവൻ അവളിലേക്ക് പടർന്നു കയറി. ഇരുവരും പരസ്പരം അലിഞ്ഞു ചേരുമ്പോൾ ആ മുറിയിലാകെ അവരുടെ കിതപ്പുകളും ശീൽക്കാര ശബ്ദങ്ങളും ആവേശം കൂട്ടി. അവരുടെ വിയർപ്പ് തുള്ളികൾ പരസ്പരം ഒന്നായി അലിഞ്ഞു ചേർന്നു. ദീർഘനേരത്തെ സമാഗമത്തിനൊടുവിൽ അവൻ തളർന്നുകൊണ്ട് അവളുടെ മാറിലേക്ക് മുഖം അമർത്തി കിടന്നു. കിതപ്പം നടങ്ങിയതും അവൻ അവളിൽ നിന്ന് അകന്നു മാറുന്നതോടൊപ്പം തന്നെ അവളുടെ നെറുകയിൽ പതിയെ ഒന്ന് ചുംബിച്ചു. ഉറങ്ങിക്കോ, നാളെ നേരത്തെ നിൽക്കണ്ടല്ലേ. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ അടക്കുമ്പോൾ തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന 4 മാസക്കാരന്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞു നിന്നു. ഇതേ സമയം സൂര്യമംഗലത്തെ തങ്ങളുടെ ബെഡ്റൂമിൽ തന്റെ ഇടനെഞ്ചിൽ തന്റെ പ്രിയപ്പെട്ടവളെയും വലതു നെഞ്ചിൽ തങ്ങളുടെ കുഞ്ഞൂട്ടനെയും ചേർത്ത് പിടിച്ച് കിടക്കുകയായിരുന്ന സൂര്യൻ. സൂര്യേട്ടാ. കണ്ണടച്ച് കിടക്കുകയായിരുന്ന സൂര്യൻ അവളുടെ ശബ്ദം കേട്ടൊന്ന് മൂളി. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? അതിനവരൊന്ന് മൂളിയതേയുള്ളൂ. മരിക്കുന്നതിന് മുമ്പ് പാർവതി ചേച്ചിക്കും ചന്ദ്രേട്ടനും തന്നെ നമ്മുടെ കുഞ്ഞാണെന്നുള്ള സത്യം അറിയായിരുന്നു. അവന് മറുപടി കേട്ട് അവൾ ഞെട്ടിലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എങ്ങനെ? അന്ന് ഒരു ചോറ്റാനിക്കൽ അമ്പലത്തിലേക്ക് പോയപ്പോ രാജി അവിടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടപ്പോ പാർവതി നിന്നെയും കുഞ്ഞിനെ എന്തൊക്കെയോ കുറ്റങ്ങൾ പറഞ്ഞ് പ്രകോപിപ്പിച്ചു. അതിന്റെ ദേഷ്യത്തില് അന്ന് രാജി സത്യങ്ങളെല്ലാം പാർവതിയോട് വിളിച്ചു പറഞ്ഞിരുന്നു. അതിന്റെ വിഷമത്തിൽ തിരികെ വരുമ്പോഴായിരുന്നു ആ ആക്സിഡന്റ് സംഭവിക്കുന്നത്. അവൻ പറഞ്ഞു. അവൾ അത്ഭുതത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഏട്ടൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? രാജി പറഞ്ഞാണോ? അവൻ അതിനൊന്നും മൂളിയതേയുള്ളൂ. രേവതി ഒരു നെടുവീർപ്പോടെ അവന്റെ നെഞ്ചിൽ മുഖമമർത്തി കിടന്നു. ആ സമയം കുഞ്ഞൂട്ടന്റെ ചുണ്ടിലും മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞു നിന്നിരുന്നു. ഇന്നാണ് രാജേശ്വരിയുടെയും ഹരികൃഷ്ണന്റെയും വിവാഹം. 10 മണിക്കാണ് മുഹൂർത്തം. ശ്രീകോവിൽ മുമ്പിൽ തൊഴുകയോടെ നിൽക്കുമ്പോൾ നൂലുപൊട്ടിയ പട്ടം പോലെ ശൂന്യമായിരുന്നു രാജേശ്വരിയുടെ മനസ്സും. എന്തു പ്രാർത്ഥിക്കണമെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. ഇനിയുള്ള ജീവിതത്തിൽ ഹരികൃഷ്ണനോട് നീതി പുലർത്താൻ കഴിയണമേ എന്ന് മാത്രം അവൾ പ്രാർത്ഥിച്ചു. മുഹൂർത്തത്തിന് സമയമായതും ഹരികൃഷ്ണൻ വന്ന് രാജേശ്വരിയുടെ അരികിലായി നിന്നു. പൂജിച്ചെടുത്ത താലി തിരുമേനി ഹരികൃഷ്ണന്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തതും രാജേശ്വരിയിൽ ഒരു വിറയിൽ പടർന്നു കയറി.
അവൾ പകപ്പോടെ മുഖമുയർത്തി നോക്കി അതേ നിമിഷം തന്നെ ഹരികൃഷ്ണൻ അവളുടെ കഴുത്തിലേക്ക് താലി കെട്ടിയിരുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ അവർ അനുഗ്രഹിച്ചു. ഇരുവരും പരസ്പരം തുളസിമാല അണിഞ്ഞു. രാജശേഖരൻ വന്ന് രാജേശ്വരിയുടെ കൈ പിടിച്ച് ഹരികൃഷ്ണന്റെ കയ്യിലേക്ക് വെച്ചുകൊണ്ട് കന്യാദാനം നടത്തുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. വർഷങ്ങളായി തന്റെ പെങ്ങളെ ഓർത്തുകൊണ്ടുള്ള അവന്റെ കണ്ണുനീർ, വേദന എല്ലാം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. ആൾക്ക് ഇന്നൊരു ജീവിതം ഉണ്ടായിരിക്കുന്നു. അയാളുടെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അവരിരുവരെയും ചേർത്ത് പിടിച്ചു. ശ്രീകോവിലിന് വലം വെച്ചുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയതും എല്ലാവരും ഒരു പുഞ്ചിരിയോടെ അവരുടെ അരികിലേക്ക് വന്നു നിന്നു. സർ, ഒരു ഫാമിലി ഫോട്ടോ. ഫോട്ടോഗ്രാഫർ പറഞ്ഞതും എല്ലാവരും നിരന്നു നിന്നു. അവരുടെ മുന്നിലേക്ക് 3-4 കസേരകൾ കൊണ്ടിട്ടു. ആദ്യം ഹരികൃഷ്ണനും രാജേശ്വരി അതിലേക്ക് ഇരുന്നു. ഹരികൃഷ്ണന്റെ അടുത്തായി രാജശേഖരനും ശ്രീദേവി ഇരുന്നു. ഇപ്പുറത്ത് രാജേശ്വരിയുടെ അരികിലായി സൂര്യനും രേവതിയും ഇരുന്നു. ശ്രീദേവിയുടെയും രേവതിയുടെയും കയ്യിൽ കുഞ്ഞുവാവകളും ഉണ്ടായിരുന്നു. അവർക്ക് പിന്നിലായി ദത്തൻ, കിച്ചു, കുഞ്ഞു, തനു എന്നിങ്ങനെ അണിനിരന്നു. മുന്നിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്ന വിഷ്ണുവിനെയും ഗൗരിയെയും ദത്തൻ വിളിച്ചതും അവർ ഓടി വന്ന് പിന്നിലായി നിന്നു. ഗൗരി പൂർണ്ണ ഗർഭിണിയായതുകൊണ്ട് തന്നെ ഒരറ്റത്തേക്ക് ഒതുങ്ങിയാണ് നിന്നത്. എല്ലാവരും അതീവ സന്തോഷത്തോടെ നിരന്നു നിന്നു. ക്യാമറാമാൻ ആ മനോഹരമായ ദൃശ്യം തന്റെ ക്യാമറയിൽ പകർത്തി. തുടരില്ല. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റന്നാൾ മുതൽ കല്യാണയോഗം, എൻ കണ്ണേ കാതിലെ എന്നീ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം മാധുരി എഴുതുന്ന പുതിയ കഥ കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചു. മനോഹരമായ കഥയാണ്. തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.